ഇസ്ലാഹി സെന്റർ തന്റെ പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായി എപ്പോഴും ദഅവയും ബോധവൽക്കരണവും കണ്ടു. പൊതുജനങ്ങൾക്ക് തുറന്ന വേദികളിൽ നടത്തിയ പ്രഭാഷണങ്ങളും സംശയോത്തര സെഷനുകളും സെമിനാറുകളും ടേബിൾ ടോക്ക് പരിപാടികളും ഖുർആൻ സുന്നത്ത് ആധാരമാക്കിയുള്ള വ്യക്തത സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായി. ഖുർആനും ഹദീസും ജീവിതത്തിന്റെ മാർഗദർശനങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ പഠന സ്കൂളുകളും ദീർഘകാല പഠന പദ്ധതികളും ഇസ്ലാഹി സെന്റർ ആരംഭിച്ചു. ജുമുഅ കുത്തുബകളുടെ മലയാള വിവർത്തനം പോലുള്ള ശ്രമങ്ങൾ പ്രവാസ സമൂഹത്തിന് മതസന്ദേശം കൂടുതൽ സാമീപ്യമാക്കി. സമൂഹബന്ധങ്ങളും കുടുംബമൂല്യങ്ങളും ശക്തിപ്പെടുത്തുക എന്നത് ഇസ്ലാഹി സെന്ററിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. ഖത്തർ മലയാളി സമ്മേളനങ്ങൾ, റമളാനിലെ ഇഫ്താർ സംഗമങ്ങൾ, ഈദ്ഗാഹുകൾ, കുടുംബസംഗമങ്ങൾ, യുവജനങ്ങൾക്കായുള്ള കായികമേളകൾ ഇവയെല്ലാം ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും വേദികളായി. മതബോധവൽക്കരണത്തോടൊപ്പം സാമൂഹിക ഉത്തരവാദിത്വവും ഇസ്ലാഹി സെന്റർ തന്റെ ദൗത്യത്തിന്റെ ഭാഗമായി കണക്കാക്കി. മെഡിക്കൽ ക്യാമ്പുകൾ, വീടുകളിലെയും ആശുപത്രികളിലെയും സന്ദർശനങ്ങൾ, ദുരിതാശ്വാസവും പുനരധിവാസ പ്രവർത്തനങ്ങളും മാനവിക മൂല്യങ്ങളുടെ പ്രായോഗിക പ്രകടനമായി. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും IT സെമിനാറുകളിലൂടെയും ഇസ്ലാഹി സെന്റർ തന്റെ സന്ദേശം പുതിയ തലമുറയിലേക്ക് എത്തിച്ചു. ഖത്തറിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ആതിഥേയ രാജ്യത്തോടുള്ള ആദരവും സാമൂഹിക ഐക്യവും ഉറപ്പിച്ചു. ഖത്തറിൽ ഇസ്ലാമിക ദഅവത്ത് വളരെ ക്രിയാത്മകമായി നടപ്പിലാക്കുന്ന ഇസ്ലാമിക സംഘടനയാണ് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. ഇസ്ലാഹി സെന്റർ നടപ്പിലാക്കുന്ന പൊതുപരിപാടികളിൽ സെന്റർ മെമ്പർമാർ അല്ലാത്ത പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം എപ്പോഴും അലങ്കാരമാണ്. 5000-ലധികം ആളുകൾ പങ്കെടുത്ത ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്റർ QNCCയിലെ വെളിച്ചം സംഗമം അതിനുദാഹരണമാണ്. 10 മുതൽ 60 വരെ മെമ്പർമാരുള്ള 24 യൂണിറ്റുകളിലെയും കൂടാതെ MGMന്റെയും കുട്ടികളുടെയും പ്രാതിനിധ്യം അടങ്ങിയ 1000-ലധികം അംഗങ്ങളുടെ കൂട്ടായ്മയാണ് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ. ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പൊതു പ്ലാറ്റ്ഫോമിന്റെ കൂടെ സ്ത്രീ സമൂഹത്തെ നയിക്കുന്ന MGM ഖത്തർ, കുട്ടികൾക്കായി CIS സെന്റർ ഫോർ ഇസ്ലാഹി സ്റ്റുഡൻസ്, കൗമാരക്കാർക്കായി TIC ടീൻസ് ഇന്ത്യ ക്ലബ്, ഖുർആൻ പഠനം പൊതുജനങ്ങളിലേക്ക് എത്തിച്ച വെളിച്ചം പഠന പദ്ധതി നടപ്പിലാക്കുന്ന വെളിച്ചം ഖത്തർ ടീം, യുവതലമുറ ആവശ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഇടപെടാനും യുവാക്കളിലേക്കും മലയാളികളല്ലാത്ത ഇതര ഭാഷക്കാരായ ആളുകളിലേക്കും ഖുർആൻ പഠനം വ്യാപിക്കാനുമായി ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ അടിസ്ഥാനമാക്കി ദ ലൈറ്റ് ഖുർആൻ പഠന പദ്ധതി നടപ്പിലാക്കുന്ന LYC ദ ലൈറ്റ് യൂത്ത് ക്ലബ് ടീം, പൊതുജനങ്ങൾക്കും യൂത്തിനും ആരോഗ്യ സംരക്ഷണവും വ്യായാമവുമായി ഒത്തുകൂടാൻ ജിം ഖത്തർ, ഗുഡ് ലൈഫ് യൂത്ത് മിഷൻ, ആരോഗ്യ പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ നിർത്തുന്ന IMB ഖത്തർ എന്നിങ്ങനെ വ്യത്യസ്ത വിങ്ങുകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. അൽഹംദുലില്ലാ. കൂടാതെ 10 ഏരിയകളിലായി ഖുർആൻ തജ്വീദ്, ഹദീസ് ക്ലാസുകൾ, മേഖലാ സംഗമങ്ങൾ, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ, നാട്ടിൽ നിന്നും എത്തുന്ന പണ്ഡിതന്മാരുടെയും പഠന ക്ലാസുകളെയും മറ്റും ഏകോപിപ്പിക്കുന്ന ദഅവ വിങ്, മെമ്പേഴ്സിന് ആവശ്യമായ ട്രെയിനിങ്ങുകളും സേവനങ്ങളും നടപ്പിലാക്കുന്ന മെമ്പേഴ്സ് വെൽഫെയർ ടീം, പരിശുദ്ധ ഹജ്ജിനും ഉംറയ്ക്കുമായി പുറപ്പെടുന്ന ഹാജിമാർക്ക് വേണ്ട സേവനങ്ങൾ നൽകുന്ന സദാസന്നദ്ധരായ ഉംറ വിങ് ടീം, ഓരോ മാസവും 2 ബസ്സുകളിൽ കുറയാത്ത ഉംറ സംഘങ്ങൾ ഇസ്ലാഹി സെന്റർ ഉംറ ഹജ്ജ് ട്രിപ്പിലൂടെ പുറപ്പെടുന്നു. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന പ്രോഗ്രാം പ്ലാനിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ടീം, ഇസ്ലാഹി സെന്റർ ആസ്ഥാനങ്ങൾ നിലനിർത്താൻ ആവശ്യമായതെല്ലാം സെറ്റ് ചെയ്യുന്ന ബിൽഡിംഗ് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് ടീം, ഇസ്ലാഹി സെന്റർ മദ്രസ സംവിധാനത്തെ നിയന്ത്രിക്കുകയും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഇസ്ലാഹി സെന്റർ എഡ്യൂക്കേഷൻ വിങ്, വിങ്ങിന്റെ കീഴിൽ കലം അക്കാദമി എന്ന മഹത്തായ മദ്രസ പ്രസ്ഥാനം പ്രവർത്തിച്ചു വരുന്നു. ഈ അധ്യയന വർഷം തുടങ്ങിയ പുതിയ 2 ബ്രാഞ്ചുകൾ ഉൾപ്പെടെ 3 ബ്രാഞ്ചുകളാണ് കലമിന് നിലവിലുള്ളത്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുകയും സെന്ററിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഫിനാൻസ് ടീം, ഖത്തർ മതകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിക്കായി വേണ്ട നടപടികൾ നടത്തുന്ന ലീഗൽ ടീം, സാമൂഹ്യ മാധ്യമങ്ങളും പുതിയ ടെക്നോളജികളും ഉപയോഗിച്ച് ഇസ്ലാഹി സെന്ററിനെ ലൈവാക്കി നിർത്തുന്ന മീഡിയ ആൻഡ് പബ്ലിസിറ്റി ടീം. നിലവിൽ ഇസ്ലാഹി സെന്റർ സോഷ്യൽ മീഡിയ പേജുകളിൽ 10,000-ഓളം ഫോളോവേഴ്സാണുള്ളത്. എന്നിവർ അടങ്ങുന്ന പ്രവർത്തന മേഖലയാണ് ഖത്തർ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിനുള്ളത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലും സ്കൂളുകളിലുമായി ജോലി ചെയ്യുന്ന പണ്ഡിതന്മാരെയാണ് നമ്മൾ പ്രബോധകന്മാരായി ഉപയോഗിക്കുന്നത്. കൂടാതെ സാധാരണ പ്രവർത്തകരെ സ്വന്തമായി കുത്തുബയും ക്ലാസുകളും എടുക്കുന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന
ഭാഷണ എന്നുള്ള ഒരു പുതിയ സംരംഭം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്.